കോവയ്ക്ക അരിഞ്ഞു വെച്ച് നമുക്ക് മെഴുക്ക് വരട്ട് കിട്ടിയ അയലയാണ്. 6 അയല 100 രൂപ കേട്ടോ. വലിയ അയല തന്നെ, കുഴപ്പമില്ല. പിന്നെ മത്തിയുണ്ട്, മത്തി പൊരിക്കാം നമുക്ക്. ഇങ്ങനെ ഇന്ന് അയല പുളിഞ്ചിക്കയിട്ട് വെച്ചാലോ, പുളിഞ്ചിക്കയിട്ട് വെച്ച് മത്തി പൊരിക്കുകയും ചെയ്യും. അയല കണ്ടിച്ച് വെച്ച് മത്തിയും കണ്ടിച്ച് വെച്ച് മത്തി പൊരിക്കാം. അയല നമുക്ക് പുളിഞ്ചിക്കയിട്ട് കറി വയ്ക്കാം. എന്തായാലും പുളിഞ്ചിക്ക വെച്ചാലോ, പോയി നോക്കാം. പുളിഞ്ചിക്ക വെച്ച പുളിഞ്ചിയുടെ മൂട്ടി നിൽക്കണം, നമുക്ക് നോക്കിയാലേ പുളിഞ്ചിക്ക എത്രയുണ്ടെന്ന്. പുളിഞ്ചിക്ക താണ്ട പിടിച്ച് ഇപ്പുണ്ടോ, കൊല കുത്തിയിരിക്കുന്നു. നമുക്ക് ആ ദിവസം അച്ചാറിടണം. ദാഹിക്കുന്ന ഉണ്ടാവോ, കാണാക്കുന്നതാണ്ട എന്താ ഒത്തിരി ഇരിക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് വലുത് വെച്ചാൽ നമുക്ക് അച്ചാറിടാൻ വേണം. നമുക്ക് വലുത് നോക്കി പിച്ചി എടുക്കാം കറിക്ക് കേട്ടാ, അച്ചാറിടാം. ഇപ്പം ചന്തയിലേ പുളിഞ്ചിക്ക ഇല്ല. ഇപ്പം കൊടുത്താലും പൈസ കിട്ടും. വേണ്ട, നമുക്ക് അച്ചാറിട്ട് കളയാം കേട്ടോ. എന്താ പുളിഞ്ചിക്ക വയ്ക്കുന്നുണ്ടോ? പുളിഞ്ചിക്ക് ഇത്രയും മതി കറിക്ക് കേട്ടാ. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പിച്ചിയ തക്കാളിയാണ്, 2 പച്ചമുളകും. നമുക്ക് അയലക്കറിക്ക് ഇടാം. ഇത് അരിഞ്ഞിടാം കേട്ടോ. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് പൊട്ടട്ടെ, ഇടാം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ടാൽ ഇളക്കുക. ഉപ്പിട്ട് ഇളക്കിയിട്ട് തീ കുറച്ച് അടച്ച് വെച്ച് ചെറുതായിട്ട് വീഴിക്കുക. ഇളക്കട്ടെ, നല്ലോണം ഇളക്കട്ടെ കേട്ടോ. നമുക്ക് മെഴുക്ക് വരട്ടെ. അതിന് നമുക്ക് തേങ്ങ വേണ്ട, അല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാം. വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഉണ്ട്, അതുകൂടി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു ഇച്ചിരി മസാല ഉണ്ടല്ലോ പെരുംജീരകത്തിൻ്റെ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി പെരുംജീരകത്തിൻ്റെ മസാല ഇട്ട് കൊടുക്കട്ടോ. അതും കൂടി അങ്ങ് ഇളക്കാം. തേങ്ങ വേണ്ട. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം അടച്ച് ചെറിയ കണലിലേക്ക് തീ മതി, ചെറിയ തീ മതി. അതിൽ കിടന്നെങ്കിൽ വെന്തോളും കേട്ടോ. കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതേ കണക്ക് നിങ്ങൾ വെച്ചാൽ മതി. തേങ്ങ വേണ്ട കേട്ടോ. ഇതാ നല്ല ടേസ്റ്റ്. എന്നിട്ട് അങ്ങ് അടച്ച് വയ്ക്കുക, തീ അണയ്ക്കുക, അടച്ചങ്ങ് വയ്ക്കുക. അപ്പോൾ അതിൽ കിടന്നൊരു ചെറിയ ചൂടിലങ്ങ് വെന്തോളും. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉലുവ, കൊച്ചുള്ളി, ഇത് നമുക്ക് അരച്ചെടുക്കാം. കറി എന്തായാലും കലക്കി വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഉണ്ട് നമ്മൾ പുളിഞ്ചിക്ക് തക്കാളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കട്ടെ. എന്നിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇടുകയുള്ളൂ. ഇളക്കണം, തിളക്കട്ടെ. അയല നമുക്ക് എന്നിട്ട് കണ്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതവിടെ കിടന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. മീൻ കറി കിടന്ന് തിളക്കിയാണ്. നമുക്കിനി അയല വറക്കി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ 3 അയല ഇട്ടുള്ളൂ കേട്ടോ. തലയും മീനും എല്ലാം കൂടി പറക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കരണ്ടിയുണ്ട്, ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിരുന്ന് ചെറിയ തീയിൽ, ഒരുപാട് വലിയ തീയിട്ട കറി എളുപ്പം പറ്റും. ഇപ്പം നെയ്യ് തെളിയത്തില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ രുചിയും മീനിൻ്റെ രുചിയും എല്ലാം ഒന്ന് ഇറങ്ങും. അതവിടെ കിടന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് രസം ഉണ്ടാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളിയും കൂടി ചതച്ചതാണ്. അത് മൂക്കട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം കായവും കൂടിയുണ്ട്, ഇതിൻ്റെ കൂടെ കായവും ഉണ്ട്. കായം ഒരു കിടപ്പുണ്ട്, മൂത്ത് വരട്ടെ. കോവയ്ക്ക മെഴുക്ക് വരട്ടി, അയല കൂട്ടാൻ വെച്ചത്, പിന്നെ രസം, പിന്നെ മീൻ പൊരിച്ചത്. അങ്ങനെ ഇന്ന് ഇത്രയും വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഉണ്ണാൻ പെട്ടെന്ന് വരി.